അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പുണ്യങ്ങളുടെ ഭൂകാലമായ വിശുദ്ധ റമളാൻ നമ്മളിലേക്ക് വരികയാണ്. മർഹബൻ യാ ശഹറ റമളാൻ. അതിനാൽ നാം റമളാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നാം വീടുകളെ നന്നായി ഒതുക്കുക. വീടുകളിലുള്ള മുറികളിലുള്ള എല്ലാ ചലന്തി വലകൾ നാം അടിച്ച് മാറ്റുക. കാരണം അത് ദാരിദ്ര്യമുണ്ടാക്കുന്നതായ ഒരു കാര്യമാണ് എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് നാം മനസ്സിലാക്കുകയും വിശുദ്ധ റമളാനെ വരവേറ്റുകൊണ്ട് നാം നമ്മളുടെ നിസ്കാരപ്പായകളും നമ്മളുടെ മുസല്ലകളുമെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുകയും അങ്ങനെ നല്ല വീടുകൾ അടിച്ച് വൃത്തിയാക്കുകയും ചെയ്യുക. അങ്ങനെ നാം നല്ല രീതിയിൽ നാം വിശുദ്ധ റമളാനിനെ നാം വരവേൽക്കുവാനും നാം ശ്രമിക്കുക. അത്തിഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാ മൻ അബ, സ്വർഗം വേണ്ടെന്ന് വെച്ചവർ ഒഴികെ. അതാരാണ്? മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മൻ അസാനി, എന്നെ ധിക്കരിച്ചവൻ നരകത്തിലും പ്രവേശിക്കുന്നു. അതുകൊണ്ട് നാം സ്വർഗപ്രവേശനമായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അങ്ങനെ നാം അത്തിഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. നോമ്പിനെ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നാം ധാരാളം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.